നമസ്കാരം. തിരുവനന്തപുരത്ത് ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂരിനെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന BJP നേതാവ് ഒ രാജഗോപാലിൻ്റെ ഒരു പ്രസ്താവന കുറച്ച് ദിവസമായി 2 ദിവസമായി ഇങ്ങനെ BJPക്ക് വലിയ ക്ഷീണമുണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നു. അത് കേരളം ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നു. ഈ പ്രസ്താവന പിന്നീട് രാജഗോപാൽ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തിരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടായിപ്പോയി. അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ച് പലപ്പോഴും വലിയ പ്രതികരണവുമായിട്ട് ശശി തരൂർ MP തന്നെ അവസാനം രംഗത്ത് വരികയും ചെയ്തു. അദ്ദേഹം പറഞ്ഞതും പാർട്ടി പറഞ്ഞതുകൊണ്ടാകാം രാജഗോപാൽ എന്ന് പറയപ്പെടുന്ന പരിണിതപ്രജ്ഞനായ നേതാവ് നിലപാട് മാറ്റിയത് എന്ന് തന്നെയാണ് തരൂർ പറഞ്ഞത്. കാരണം തരൂരിനെ ജയിക്കാൻ കഴിയില്ല എന്ന് രാജഗോപാൽ പറഞ്ഞ വാദത്തിനാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ BJPയിൽ നിന്നോ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നും അദ്ദേഹത്തെ പോലൊരാൾ, അതായത് രാജഗോപാലിനെ പോലൊരാൾ ഒരു സന്യാസ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് എന്നും വളരെ വലിയ ബഹുമാനം പരസ്പര ബഹുമാനത്തോടെയോട് തന്നെയാണ് അദ്ദേഹത്തോട് മത്സരിച്ചത് എന്നും രാഷ്ട്രീയത്തിൽ തന്നെക്കാൾ എത്രയോ സീനിയോറിറ്റിയുള്ള ഒരു നേതാവാണ് ഒ രാജഗോപാൽ, അല്ലെങ്കിൽ എത്രയും വലിയ സീനിയറായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് രാജഗോപാൽ എന്നും അദ്ദേഹത്തെ ഞാൻ വല്ലാതെ ബഹുമാനിക്കുന്നുവെന്നും അദ്ദേഹവും അതേ മര്യാദയിൽ തന്നോട് ബഹുമാനപൂർവ്വമാണ് പെരുമാറുന്നത് എന്നുമാണ് ശശി തരൂർ പറയുന്നത്. പക്ഷേ എല്ലാത്തിനും തീരുമാനമെടുക്കേണ്ടത് വോട്ടർമാരാണ് എന്ന് കൂടി ശശി തരൂർ പറഞ്ഞു വെക്കുന്നുണ്ട്. രാജ്യം മുഴുവൻ BJPക്ക് എതിരായി നിൽക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനമാണ് എന്നും താൻ എഴുതുന്ന എഴുത്തുകളടക്കം അല്ലെങ്കിൽ പ്രസംഗങ്ങളടക്കം അത് പരിശോധിച്ചാൽ തൻ്റെ നിലപാട് എന്താണ് എന്ന് വളരെ കൃത്യമായി വ്യക്തമാകുമെന്നും ഇടതുപക്ഷത്തുള്ളവർ അവർ ഏകദേശം കഴിഞ്ഞ 10 വർഷമായി താൻ BJPയിലേക്ക് ചാടുമെന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് എന്നും ശശി തരൂർ തുറന്നു പറയുകയാണ്. ശശി തരൂരിനെ പ്രകീർത്തിച്ചുകൊണ്ട് രാജഗോപാൽ തൻ്റെ പ്രസംഗം ആ പ്രസംഗമാണ് വാർത്തയായത്. അതിന് പിന്നാലെയാണ് തൻ്റെ നിലപാട് എന്താണ് എന്ന് പറയുന്നതിന് വേണ്ടി അദ്ദേഹം എത്തിയത്. തിരുവനന്തപുരത്ത് തരൂരിനെ തോൽപ്പിക്കാനാവില്ല എന്നാണ് അന്ന് രാജഗോപാൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ പ്രസംഗത്തിൽ രാജഗോപാൽ പറഞ്ഞതിന് പിന്നാലെ താനത് പാലക്കാടുകാരൻ എന്ന നിലയിൽ ആ ഒരു തരത്തിൽ അദ്ദേഹം ആലങ്കാരികമായി പറഞ്ഞു പോയതാണ് എന്നും അത്തരത്തിൽ പറഞ്ഞ വാക്കുകളെ ഇവിടുത്തെ പലരും അതിനെ വളച്ചൊടിക്കുകയായിരുന്നു എന്നും അവിടെ BJP തന്നെ വിജയിക്കുമെന്നുമൊക്കെ അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. പിന്നെ തിരുത്തുകയാണ് ചെയ്യപ്പെട്ടത്. അങ്ങനെ തിരുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കാരണം BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടലോടുകൂടിയാണ് ഒ രാജഗോപാൽ പ്രസ്താവന തിരുത്തിയത് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അങ്ങനെ മുതിർന്ന നേതാവായതുകൊണ്ട് തന്നെ ഈ BJPക്ക് അല്ലെങ്കിൽ BJPയുടെ നേതൃത്വം എന്ന് പറയപ്പെടുന്ന രാജഗോപാലിനെ പരസ്യമായി പക്ഷേ തള്ളിപ്പറയില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം അദ്ദേഹം എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിന് സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. പേരിൽ വേറെ നടപടികൾ എടുക്കുന്നില്ല. മാത്രമല്ല നിയമസഭയിൽ BJPക്കായിട്ട് അക്കൗണ്ട് തുറന്ന ഒരേ ഒരു നേതാവ് കൂടിയാണ് രാജഗോപാൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. കാരണം അദ്ദേഹം അത്രത്തോളം ജനകീയനായിട്ടുള്ളൊരു നേതാവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജനകീയനായ നേതാവ് തരൂരിനെ പുകഴ്ത്തിയത് BJPക്ക് പക്ഷേ എല്ലാ അർത്ഥത്തിലും തലവേദനയായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല അതൊരു ക്ഷീണവുമാണ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പക്ഷേ BJPയുടെ A ക്ലാസ് മണ്ഡലമായിട്ടുള്ള തിരുവനന്തപുരം പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ ഈ മണ്ഡലത്തിനെക്കുറിച്ച് വലിയ പ്രതീക്ഷയാണ് BJPക്കുള്ളത്. അവിടെ ദേശീയ നേതാക്കൾ പോലും മത്സരിക്കുമെന്നുള്ള വിലയിരുത്തലുകൾ വരുമ്പോഴാണ് ഇത്തരത്തിലൊരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. നിലവിൽ നടൻ കൃഷ്ണകുമാറിനാണ് ഇവിടെ ഒരു സ്ഥാനാർത്ഥി പരിവേഷം ഉണ്ടാകുന്നത്. മിക്കവാറും കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാകുവാൻ തന്നെയാണ് കൂടുതൽ സാധ്യത എന്ന് തന്നെയാണ് അറിയുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2014-ലും 2019-ലും ഇപ്പോൾ ആദ്യ തവണയാണ് രാജഗോപാലാണ് ആദ്യം തരൂരിനെതിരെ മത്സരിച്ചിരുന്നത്. അന്ന് വളരെ വീറോടുകൂടി തന്നെയാണ് BJP അന്ന് ആ മത്സരത്തിൽ രംഗത്തുണ്ടായിരുന്നതും. ഏകദേശം അവസാന റൗണ്ടിലേക്കൊക്കെ എത്തുമ്പോൾ തന്നെയായിരുന്നു അന്ന് രാജഗോപാൽ പിന്നിലേക്ക് പോയതും പരാജയം അനുഭവപ്പെടേണ്ടി വന്ന ഒരു സ്ഥിതിവിശേഷം അന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ തരൂർ ജയിക്കുമെന്നുള്ള രാജഗോപാലിൻ്റെ ചില കണക്കുകൂട്ടലുകൾ അല്ലെങ്കിൽ പ്രസ്താവനകൾ, ആ പ്രസ്താവനയ്ക്ക് പല തലങ്ങളുണ്ടായി എന്നുള്ളതാണ് വസ്തുത. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മാത്രമല്ല ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും ഒക്കെ വളരെ കൃത്യമായി അറിയിക്കുകയുണ്ടായി. അതിൽ തന്നെ അവർ അസ്വസ്ഥരായി എന്നുള്ള കാര്യത്തിലും സംശയമില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇത് കേരള നേതൃത്വത്തെ വളരെ കൃത്യമായി ധരിപ്പിച്ചിരിക്കുകയാണ് ദേശീയ നേതൃത്വം. തുടർന്നാണ് രാജഗോപാൽ തിരുത്തലിന് തയ്യാറായത്. അതിനുശേഷമാണ് അദ്ദേഹം ഒരു തിരുത്തൽ പ്രസ്താവന നടത്തിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം കുറിപ്പിൽ പറയുന്നത് അതിങ്ങനെയാണ്. അതായത് കഴിഞ്ഞ ദിവസം
തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള എൻ രാമചന്ദ്രൻ ഫൗണ്ടേഷൻ അവാർഡ് ദാന ചടങ്ങിൽ, ആ ചടങ്ങിനിടയിലാണ് താൻ നടത്തിയ പ്രസംഗത്തിൽ തിരുവനന്തപുരത്തുള്ള ലോക്സഭയുടെ MP ആയിട്ടുള്ള ശശി തരൂരിനെ കുറിച്ച് നടത്തിയ പരാമർശം അത് താൻ ഉദ്ദേശിച്ച അർത്ഥത്തിലല്ല പല മാധ്യമങ്ങളും വ്യാഖ്യാനിച്ചത് എന്നും അതിൽ നിന്നും ഒന്നിൽ കൂടുതൽ തവണ വിജയിച്ചയാൾ അല്ലെങ്കിൽ കുറേ നാളുകളായി വിജയിക്കുന്നയാൾ എന്ന അർത്ഥത്തിൽ മാത്രമാണ് താൻ സംസാരിച്ചത് എന്നും, എന്നാൽ ഈ ഒരു മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടാതെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നതുകൊണ്ടും ആ പ്രവർത്തന മികവിലുമൊക്കെ പാർട്ടി പ്രവർത്തകർ വളരെയധികം കഠിനാധ്വാനം ചെയ്താൽ തിരുവനന്തപുരത്ത് BJPക്ക് ജയിക്കാൻ കഴിയും, വിജയിക്കാനാവും എന്ന് തന്നെ അത്തരത്തിലുള്ളൊരു സാഹചര്യം നിലവിലുണ്ട് എന്നാണിപ്പോൾ രാജഗോപാൽ തിരുത്തി പ്രസ്താവന ഇറക്കിയത്. മാത്രവുമല്ല, അദ്ദേഹം പറയുന്ന പോലെ നിലവിൽ ശ്രീ തരൂരിൻ്റെ മണ്ഡലത്തിലെ ഒരു അസാന്നിധ്യം, ആ അസാന്നിധ്യം എന്ന് പറയപ്പെടുന്നത് നമുക്കറിയാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നാമമാത്രമാണ് എന്നത് അദ്ദേഹത്തിൻ്റെ സാധ്യതയെ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല എന്ന് രാജഗോപാൽ പറയുന്നു. കൂടാതെ ഒരു പാലക്കാട്ടുകാരനെന്ന നിലയ്ക്ക് വളരെ ആലങ്കാരികമായി നടത്തിയ ഒരു അഭിപ്രായ പ്രകടനത്തെയാണ്, ആ അഭിപ്രായ പ്രകടനം മാത്രമായിരുന്നു അത് എന്നും ആ പ്രസ്തുത പ്രസ്താവനയെ അല്ലെങ്കിൽ ആ പ്രസ്തുത പ്രസംഗത്തിലുള്ള കാര്യം അത്രമാത്രമാണ് എന്നും അതിനെ പല മാധ്യമങ്ങളും വളച്ചൊടിക്കുകയായിരുന്നുവെന്നും BJP ഇത്തവണ തിരുവനന്തപുരത്ത് വിജയിക്കും എന്നതാണ് തൻ്റെ പ്രതീക്ഷയെന്നും വ്യക്തിപരവും ഒപ്പം തന്നെ രാഷ്ട്രീയവുമായിട്ടുള്ള നിലപാടെന്നും O രാജഗോപാൽ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ രാജഗോപാലിന് എവിടെയാണ് തെറ്റ് സംഭവിച്ചത്, അല്ലെങ്കിൽ രാജഗോപാൽ പറഞ്ഞ വാക്കുകളെ തിരുത്തേണ്ടി വന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടാണ്? തിരുവനന്തപുരം എന്ന് പറയപ്പെടുന്നത് BJPയുടെ A ക്ലാസ് മണ്ഡലമാണ്. ആ മണ്ഡലത്തിലേക്ക് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ എന്തായാലും O രാജഗോപാലോ കുമ്മനം രാജശേഖരനോ മത്സരിക്കുവാനുള്ള സാധ്യതയുള്ള, കാരണം ദേശീയ നേതൃത്വം അടക്കം നോട്ടമിട്ടിട്ടുള്ള ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം എന്ന് പറയപ്പെടുന്നത്. നമ്മുടെ ധനകാര്യമന്ത്രി, കേന്ദ്രത്തിൻ്റെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനോ അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ജയശങ്കറോ ഇവിടെ നിൽക്കുവാനുള്ള സാധ്യത വളരെ വലുതാണ്. അതിനപ്പുറം നരേന്ദ്രമോദി തന്നെ തിരുവനന്തപുരത്ത് മത്സരിച്ചാലും അതിന് നമുക്ക് അതിശയോക്തിയായി കാണേണ്ട ആവശ്യമില്ല. അത്തരത്തിൽ BJP വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്ന തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലാണ് BJPയുടെ O രാജഗോപാലിൻ്റെ പ്രസ്താവന ശരിക്കും പാർട്ടിയെ ഞെട്ടിച്ചിരിക്കുന്നത്, കേന്ദ്ര നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുന്നത്, കൂടാതെ സംസ്ഥാന നേതൃത്വവും ഞെട്ടിപ്പോയിരിക്കുന്നത്. കാരണം അത്തരത്തിലൊരു പ്രസ്താവന വന്നപ്പോൾ തീർച്ചയായിട്ടും അതും രാജഗോപാലിൻ്റെ വഴി അത്തരത്തിലൊരു പ്രസ്താവന വന്നത് തികച്ചും BJPയെ വെട്ടിലാക്കിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തി തിരുവനന്തപുരം പിടിക്കുക എന്നുള്ളത് BJPയുടെ അജണ്ടയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം BJPയുടെ A ക്ലാസ് നിയോജക മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് തിരുവനന്തപുരം.